ദൈവത്തിൻ്റെ തന്നെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ വരുവാൻ വലിയവനായി ദൈവം നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിത്യതയുടെ വെളിപ്പാട് ലഭിച്ച് അതിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാ ദൈവദാസീദാസന്മാരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ തലമുറ വിസ്മരിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 90 കാലഘട്ടങ്ങൾക്ക് മുൻപ് നമ്മുടെ ദൈവസഭകളിൽ നിറഞ്ഞു നിന്ന, അല്ലെങ്കിൽ തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് നൽകിയ അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ് പാദശുശ്രൂഷ. സ്നാന ശുശ്രൂഷ, പാദശുശ്രൂഷ, തിരുവത്താഴ് ശുശ്രൂഷ, സ്നേഹചുംബനം ഇത്യാദി ശുശ്രൂഷകൾ ദൈവസഭയുടെ വിശുദ്ധന്മാരുടെ ദൈവാലയത്തിനകത്തുള്ള ഒരു ഭംഗിയായി തീർത്തിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ 90-ന് ശേഷം പല സഭകളിലും അന്യായപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കാലകരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പാദശുശ്രൂഷ എന്ന് പറയുന്നത്. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ പുതിയ ദൈവദാസന്മാർക്ക് പാദശുശ്രൂഷ എന്ന് പറയുന്നത് അവർക്ക് എന്തോ എന്ന് പോലും അറിയത്തില്ല. അവർ അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തിട്ടില്ല, സഭയിൽ നടത്താറില്ല. പല സഭകൾക്കും അത് ആവശ്യമില്ലാതെ പോയി. എന്നാൽ ഞാൻ ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ ചിലരുടെ ഉള്ളിൽ ഓടി വരുന്നൊരു കാര്യം, ഇത് നമുക്ക് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഫസ്റ്റ്. 2, ഇത് ദൈവവചനത്തിനകത്തുള്ളതാണോ? 3, യേശു ഇത് നമുക്ക് കാണിച്ചു തന്നോ? അല്ലെങ്കിൽ വേദപുസ്തകത്തിനകത്ത് യേശു ഇത് അനുശാസിച്ചിട്ടുണ്ടോ? എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ കാലഗതികൾക്കനുസരിച്ച് നമ്മുടെ ആത്മീയ ലോകം ദൈവവചനത്തെയും ആ രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ഇന്നും ദൈവവചനം അതിൻ്റെ ശക്തി തെളിയിച്ചുകൊണ്ട് ഒരു വള്ളിയോ പുള്ളിയോ മാറാതെ വണ്ണം കർത്താവിൻ്റെ വചനം നിലനിർത്തിക്കൊണ്ടു പോകുന്ന എല്ലാ വിശുദ്ധന്മാരെയും ഒരിക്കൽ കൂടി ക്രിസ്തുവിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ ശുശ്രൂഷ എന്താണെന്ന് ചില മിനിറ്റുകൾക്കകത്ത് വെച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. നമ്മൾ ഏത് വിഷയവും ഉറപ്പിക്കുന്നത് ഒന്നുകിൽ യേശു ഇത് പറഞ്ഞിരിക്കണം, ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ഇത് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം, 3, ഇത് ലേഖന ഭാഗത്ത് അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിനെ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഒരു ദൈവദാസൻ PhD എടുത്ത് പാദശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പറയും, ഇത് യഹൂദന്മാരുടെ ഒരു ആചാര രീതിയായിരുന്നു യേശു അന്ന് ചെയ്തത് എന്ന് PhD കിട്ടിയ ദൈവദാസന്മാർ പറയും. എന്നാൽ മലയാളം വായിക്കാൻ അറിയാവുന്ന, വായിച്ച് കേട്ട് ഗ്രഹിക്കാൻ കഴിവുള്ള, എന്ന് വെച്ചാൽ ദൈവവചനം ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു ദൈവഭക്തൻ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥമായ മർമ്മം സ്വർഗത്തിൽ നിന്നും ആ വ്യക്തിക്ക് ലഭിക്കാനിടയാകും. അതുകൊണ്ട് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു മുൻവിധിയോടുകൂടെ ഇത് കാണരുത്. അല്പസമയം നിങ്ങൾ ഈ വചനം കേട്ട ശേഷം ഞാൻ പറയുന്ന ദൈവവചനം 1, 2, 3, 4, 5 പ്രാവശ്യം വായിച്ച ശേഷം മുറിക്കകത്തിരുന്ന് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഈ ശുശ്രൂഷ ഈ തലമുറയിൽ ഞങ്ങൾക്ക് ചെയ്യാമോ? അല്ലെങ്കിൽ അത് ചെയ്താൽ ഉണ്ടാകുന്ന അനുഗ്രഹം എന്ത് എന്ന് ദൈവാത്മാവിനോട് ചോദിക്കുമ്പോൾ ദൈവാത്മാവ് ഹൃദ്യമായി ഇടപെടും. ഒരു പക്ഷേ
നിങ്ങൾ ശ്രേഷ്ഠന്മാരെന്ന് കാണുന്ന, നിങ്ങൾ വചന പാണ്ഡിത്യം ഉള്ള വ്യക്തി എന്ന് കാണുന്ന നിങ്ങളുടെ സഭാ നേതാക്കന്മാരോടും നിങ്ങളുടെ സഭാ ശുശ്രൂഷകന്മാരോടും ഈ വചനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ദൈവിക സന്ദേശത്തിന്റെ പൊരുളിനെ കുറിച്ച് ഒന്ന് വിവേചിക്കാൻ പറഞ്ഞാൽ അവർ നിശ്ചയമായും പറയും, ഇത് യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്, ഇത് നമുക്ക് ഇപ്പോൾ ആവശ്യം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന അനേക ദൈവദാസന്മാരുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കും അതായിരിക്കും മറുപടി കിട്ടുന്നത്. എന്നാൽ നിങ്ങൾ അല്പസമയം ഈ വചനങ്ങളൊക്കെ ധ്യാനിച്ച ശേഷം ദൈവസന്നിധിയിൽ ചോദിക്കണം, കർത്താവേ, ഇത് ചെയ്തില്ലെങ്കിൽ എന്തായിത്തീരും? ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ കൊണ്ട് എന്താണ് ഫലം? ദൈവാത്മാവിനോട് ചോദിക്കുമ്പോൾ ഈ വചനത്തിന്റെ എഴുത്തുകാരനായ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇതിന്റെ ആശയങ്ങളും ഇതിൻ്റെതായിട്ടുള്ള പൊരുളുകളും ആത്മാവിൽ നിങ്ങൾക്ക് വിവേചിച്ചു തരും. അത് ശരിയെന്ന് തോന്നിയാൽ നിങ്ങൾ ഒരു സെക്കൻഡ് പോലും തിരുവത്താഴത്തിന് മുമ്പ് ഇത് മാറ്റിവെക്കരുത്. പല സഭകളിലും അന്യായപ്പെട്ടുകൊണ്ടിരിക്കുന്ന, കാലകരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ ഇന്നും നമ്മുടെ കേരളക്കരയിൽ, പ്രത്യേകിച്ച് കേരളക്കരയിൽ അനേക വിശുദ്ധന്മാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാദശുശ്രൂഷ കൊടുക്കാതെ തിരുവത്താഴം കൊടുക്കുകയില്ല. ഇങ്ങനെയുള്ള അനേക സഭകളുണ്ട്. അതിനെ ഓർത്ത് ക്രിസ്തുവിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓക്കെ, നമുക്ക് ദൈവത്തിന്റെ വചനത്തിലോട്ട് വരാം. ഫസ്റ്റ്, ഇത് ആര് പറഞ്ഞു ഇത് ചെയ്യാൻ? ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് പറഞ്ഞത്? എവിടെയാണ് പറഞ്ഞത്? ആദ്യം നമുക്ക് അതൊന്ന് ചിന്തിക്കാം. ഇത് പറഞ്ഞത് യേശു ക്രിസ്തുവാണ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ നിങ്ങൾ വായിക്കണം. നമുക്ക് സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് ഞാൻ എല്ലാ ഭാഗവും തൊടാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും അതിനകത്ത് വേണ്ടുന്നതായ ചില വാക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കൃപയിൽ ആശ്രയിക്കുകയാണ്. അതിന്റെ 3-ാം വാക്യം, പിതാവ് സകലതും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്ന് യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്നും എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. സ്തോത്രം. അപ്പോൾ ഇത് ആരാ ചെയ്യുന്നത്? യേശുവാ. യേശു അത്താഴത്തിൽ നിന്നും എഴുന്നേറ്റു എന്ന് വെച്ചാൽ കർത്താവിന്റെ മേശയിൽ നിന്നും താൻ എഴുന്നേറ്റിട്ട് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകാൻ തുടങ്ങി. എങ്ങനെയാണ്? വസ്ത്രം ഊരി വെച്ചു. അതിന് ശേഷമാണ് ഒരു തുവർത്ത് അരയിൽ ചുറ്റി അടുത്ത് ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന ശേഷം ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തുടങ്ങി. എന്നിട്ട് അരയിൽ ചുറ്റിയിരിക്കുന്ന തുണി കൊണ്ട് ഓരോരുത്തരുടെ കാൽ എന്ത് ചെയ്തു? തുടയ്ക്കുവാൻ തുടങ്ങി, തുവർത്തുവാനും തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ ഇതിന്റെ അർത്ഥം മനസ്സിലായി. എങ്ങനെയാണ് പാദശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് യേശു ഈ 3-4 വാക്യത്തിൽ വ്യക്തമായി കാണിച്ചു. അപ്പോൾ എൻ്റെ ദൈവദാസിമാരോട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് പറയുന്നു, യേശു ഇത് നമുക്ക് മാതൃക കാണിച്ചു തന്നതാണ്. യേശു സ്നാനപ്പെടേണ്ട ആവശ്യമില്ല, പക്ഷെ യോർദാനിൽ ഇറങ്ങി സ്നാനം നമുക്ക് മാതൃക കാണിച്ചു തന്നു. കർത്താവിന്റെ തിരുവത്താഴം എടുക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് മാതൃക കാണിച്ചു തന്നു. യേശുവിടെ അത്ഭുതമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു മാതൃക കാണിച്ചു തന്നു. യേശു പ്രാർത്ഥിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമില്ല, അതൊരു മാതൃക കാണിച്ചു തന്നു. ഇതും നമുക്ക് ഒരു മാതൃക കാണിച്ചു തന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, പക്ഷെ ഈ യേശു അവിടെ ചെയ്ത് അവർക്ക് ഇങ്ങനെ നിങ്ങൾ ചെയ്യണം,
പ്രൈസ്. എന്ത് ചെയ്യണം? ഒരു തോർത്തെടുക്കണം, അരയിൽ ചുറ്റണം, പിന്നെ വെള്ളം എടുക്കണം, ഓരോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി തുടയ്ക്കണം. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യണമെന്ന് ആദ്യം യേശു അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്നുത്തരം പറഞ്ഞു. അതിന് പത്രോസ് പറഞ്ഞു, നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു. അവന് മറുപടി കൊടുക്കണേ, ബഹുമാനാർത്ഥമാണ്. യേശുവിന്റെ അടുക്കൽ പത്രോസ് പറയാനോ, എന്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കത്തില്ല. വേറൊന്നും കൊണ്ടല്ല, ബഹുമാനം. ഞങ്ങളുടെ ഗുരു ഞങ്ങളുടെ കാല് കഴുകുന്നു, സമ്മതിക്കത്തില്ല. യേശു പറഞ്ഞു, ഇത് സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് നിനക്ക് തമ്മിൽ യാതൊരു പങ്കുമില്ല. തൻ്റെ ശിഷ്യന്മാരോട് പോലെ, അല്ലെങ്കിൽ ശിഷ്യന്മാരെ പോലെ താൻ എന്ത് ചെയ്തു? അവരിൽ ഒരുവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം യേശുക്രിസ്തു, ലോകത്തിന്റെ രക്ഷിതാവായ ദൈവം, സകല മാനവരുടെ പാപം വഹിക്കേണ്ടവൻ, ഈ പാപിയായ, അല്ലെങ്കിൽ പത്രോസിനെ പോലുള്ള ഒരു മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ കാൽപാദം വരെ താണു വരുവാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പത്രോസ്, ഞാൻ അനുവദിക്കത്തില്ല. യേശു പറഞ്ഞു, അങ്ങനെ അനുവദിച്ചില്ലെങ്കിൽ എനിക്ക് നിനക്കും തമ്മിൽ യാതൊരു പങ്കുമില്ല. അല്ലെ, അങ്ങനെയല്ലേ അവിടെ പറയുന്നത്? നീ ഒരു നാളും എൻ്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എന്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമെന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ, നിങ്ങൾ ശുദ്ധിയുള്ളവാകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. നോക്കണം, ഇവിടെ യേശു പറഞ്ഞു, പത്രോസ് അനുവദിക്കാതെ വന്നപ്പോൾ പറഞ്ഞു, എങ്കിൽ കൈ കാലുവെക്ക്. നോ, യേശു പറഞ്ഞു, നിങ്ങൾ കുളിച്ചിട്ടാണ് വന്നത്, നിങ്ങൾ വിശുദ്ധരാണ്, നിങ്ങളുടെ കാല് കഴുകേണ്ടത് എൻ്റെ കടമയാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത നിങ്ങൾ വായിക്കുമ്പോൾ, അവരവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്നു. 12-ാം വാക്യം, അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കഴുകേണ്ടതാകുന്നു. എന്താണ്? നമ്മൾ തമ്മിൽ കഴുകേണ്ടതാകുന്നു. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കാൽ കഴുകേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. നടക്കുമോ? അടുത്ത, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഇത് കർത്താവ് അവർക്ക് കാണിച്ചു, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. ഹല്ലേലൂയ. സ്നാനപ്പെടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്നാനപ്പെടണം. നമ്മള് തളിപ്പ് സ്നാനം ചെയ്യുന്നവരൊക്കെ നമ്മൾ വിമർശിക്കാറുള്ളവരാ. യേശു അങ്ങനെയല്ലല്ലോ മാതൃക കാണിച്ചത്, യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനപ്പെട്ടെന്നൊക്കെ പറയുന്ന പുള്ളികള് ഇവിടെ വരുമ്പോൾ, ഇത് യഹൂദന്മാർ അവരുടെ പാരമ്പര്യം അനുസരിച്ച് കാല് കഴുകിയതെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിച്ചു മാറാറുണ്ട്. കേൾക്കണം, ഇത്രയും കൂടെ വായിച്ച് അതിനെക്കുറിച്ച് 2 വാക്ക് പറയാം. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ കാലുകൾ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. കണ്ടോ, ഞാൻ ചെയ്തത് പോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല.
ഇത് നിങ്ങൾ അറിയുന്നെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന്മാർ. കേട്ടോ, ഇന്ന് തിരുവത്താഴം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു പ്രമാണമാണ് പാദശുശ്രൂഷ. യേശു നമ്മളോട് വ്യക്തമായി നമുക്കിത് കാണിച്ചു തന്നിരിക്കാം. സ്തോത്രം. അപ്പോൾ അടുത്ത ആരോ ചോദിക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ സഭയിലില്ല? നിങ്ങൾ 90-ന് മുമ്പ്, ഞാൻ ഈ 90 എന്നൊക്കെ പറയുന്നത് അത് പിതാക്കന്മാരുടെ ഒരു കാലഘട്ടമാണ്. ഈ 90-ന് മുമ്പ് നമ്മുടെ സഭകളിൽ 7 ദിവസം 3 ദിവസമൊക്കെ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കാറുണ്ട്. അതിൻ്റെ അവസാനത്തെ ദിവസം വൈകിയ സമയത്ത് വിശ്വാസികളെല്ലാം വളരെ മനോഹരമായിരിക്കുന്ന വെള്ളം ധരിച്ചുകൊണ്ട് മുഴങ്കാൽ മടക്കി ഏകദേശം 1 മണിക്കൂർ ആത്മതപനം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. കാരണം കഴിഞ്ഞ 3-7 ദിവസം കേട്ട ആലോചനകൾ, ദൈവവചനങ്ങൾ, പ്രവചനങ്ങൾ ജീവിതത്തെ ശുദ്ധീകരിച്ചു. എന്നിട്ട് പോലും നമ്മുടെ പിതാക്കന്മാർ വീണ്ടും 1 മണിക്കൂർ ആത്മതപനത്തിന് വേണ്ടി മാത്രം അവരെ മുഴങ്കാലിലിരുത്തും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പാടി ദൈവത്തെ സ്തുതിച്ച ശേഷം അവർ എന്ത് ചെയ്തു? ഈ ശുശ്രൂഷ എല്ലാവരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി ഓരോരുത്തർ പരസ്പരം ബലഹീനുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞൊക്കെ ഉപേക്ഷിച്ച ശേഷം കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ അവർ ദൈവസന്നിധിയിൽ ആയിരിക്കും. അതിനുശേഷം നടക്കുന്നതാണ് പാദശുശ്രൂഷ. നമ്മുടെ പിതാക്കന്മാർ പാദശുശ്രൂഷയുടെ സമയമാകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അവർ പ്രഖ്യാപനങ്ങൾ നടത്തും. എന്നാൽ അവിടെ ഇരിക്കുന്ന വിശ്വാസികൾ തങ്ങളെ വേദനിപ്പിച്ച വാക്കുകൊണ്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസികളിൽ ആരെങ്കിലും കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സുകൊണ്ട് അകന്നിരിക്കുന്നെങ്കിൽ ഓടി അവരുടെ കര പിടിച്ച് സ്നേഹചുംബനം കൊടുത്ത് കൊണ്ടിരുത്തി കാല് കഴുകി സ്തോത്രം പറഞ്ഞ് തിരിച്ചു വന്നിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം നമ്മുടെ തലമുറയുടെ മേലുണ്ടായിരുന്നു. അന്നുള്ള അപ്പച്ചന്മാർക്ക് PhD ഒന്നുമില്ല, പക്ഷെ ആത്മാവിന്റെ പകർച്ചയുണ്ടായിരുന്നു, ആത്മസാന്നിധ്യം ഉണ്ടായിരുന്നു. ആത്മസാന്നിധ്യത്തിലാണ് ദൈവം പറഞ്ഞ ഓരോ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങിയത്. നമ്മുടെ 10 വർഷങ്ങൾക്ക് മുമ്പ് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ 10 വർഷത്തിനിടയിൽ ഭാരതത്തിലുള്ള പല നിയമങ്ങളും അയവുവരുത്തി, പല നിയമങ്ങളും കട്ട് ചെയ്ത് മാറ്റി. പക്ഷേ ഇന്ത്യയിലുള്ള പല ജനങ്ങൾക്കും കട്ട് ചെയ്തത് മാറ്റിയതോ അല്ലെങ്കിൽ അയവ് ചെയ്തതോ അയവ് വരുത്തിയതോ ഒന്നും അറിയത്തില്ല. ഇതുപോലെയാണ് 90-ന് ശേഷം പല ദൈവവചനങ്ങളും പല പ്രസ്ഥാനങ്ങളും അയവ് വരുത്തി തുടങ്ങി. പാദശുശ്രൂഷ ഇല്ല. നമ്മുടെ പിതാക്കന്മാർ അത് ചെയ്തു, യേശു അത് ചെയ്തു, അപ്പോസ്തലന്മാർ ചെയ്തു, സുവിശേഷത്തിൽ നമ്മളത് കാണുന്നു. പക്ഷേ നമ്മൾ അയവുരുത്തി അതിനെ പടിക്ക് പുറത്താക്കി കാലകർണപ്പെട്ടു പോയി. ഇന്ന് നമ്മുടെ ദൈവദാസന്മാരോട് അതിനെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറഞ്ഞ ഒറ്റ വാക്ക്, അത് യഹൂദന്മാരുടെ കാലഘട്ടത്തിൽ അന്ന് അവരുടെ ഒരു രീതിയായിരുന്നു, അവരുടെ ഒരു ചടങ്ങായിരുന്നു എന്ന് പറഞ്ഞ് അത് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇത് തെറ്റിദ്ധരിപ്പിക്കാനുള്ളതല്ല. ഞാൻ പറഞ്ഞത് റിയൽ ദൈവത്തിന്റെ വചനമാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ യോഹന്നാന്റെ ഒരു സുവിശേഷം 13-ാം അധ്യായം ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കണം. ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ പാസ്റ്ററോട് പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോണ്ട. ഇത് വായിച്ചു നോക്കിയിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുക, കർത്താവേ, എനിക്കും അങ്ങ് ചെയ്യാൻ പറഞ്ഞ ഈ ശുശ്രൂഷ എൻ്റെ സഭയിൽ നടക്കണം, എൻ്റെ ദൈവദാസനും ബോധ്യപ്പെടണം. ഇല്ല എങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന അനേക വിശുദ്ധന്മാർ ഈ മണ്ണിലുണ്ട്, അനേക സഭകളുണ്ട്, അനേക പ്രസ്ഥാനങ്ങളുണ്ട്. അവിടെ ചെന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളികളാകണം എന്ന് തിരുവചന വെളിപ്പാടിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇനി 90-ന് മുമ്പുള്ള അപ്പച്ചന്മാർ ദൈവത്തിന്റെ വചനം നേർ വഴിയിൽ അവർ കൊണ്ടുപോയത് കൊണ്ട് അവരുടെ തലമുറകളെയൊക്കെയും തമ്പുരാൻ അനുഗ്രഹിച്ചു.
ചെറ്റൽ കുടിലിൽ കിടന്നവർ കൊട്ടാരത്തിലായി, വാഹനമില്ലാതെ പോയി നടന്നവർ വലിയ വലിയ വാഹനങ്ങളായി, അക്ഷരാഭ്യാസമില്ലാത്ത അപ്പച്ചൻ മക്കളെ നല്ല ബിരുദം കൊടുത്തു, വിദേശങ്ങളിലും സ്വദേശങ്ങളിലും അയച്ചു, നല്ല നല്ല ഉദ്യോഗസ്ഥന്മാരായി കർത്താവ് ഉയർത്തി. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത്, ഈ വലിയവർക്ക് ചെറിയവന്റെ കാല് പിടിക്കാൻ, കാല് കഴുകാൻ ഒരു ലജ്ജയാണ്. അതെങ്ങനെ സംഭവിക്കും? ഇത് കണ്ടിട്ടാണ് യേശു മുക്കുവന്മാരായിരുന്ന ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കാല് കഴുകാൻ സകലത്തിന്റെ സൃഷ്ടാവ് ഈ താണലോകത്തിറങ്ങി വന്ന് ഈ പാവങ്ങളുടെ കാല് പിടിച്ച് കഴുകുകയാണ്. അവർ വിലക്കുന്നു, നോ, നീ ഗുരുവാണ്, ഞങ്ങളുടെ എല്ലാമാണ്, അങ്ങ് ചെയ്യരുത്, അങ്ങയുടെ കാല് ഞങ്ങളാ കഴുകേണ്ടത്. യേശു പറഞ്ഞു, മക്കളെ, ഇതിപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കും. ദൈവവചനത്തിന്റെ ഒന്നും നിങ്ങൾ തെറ്റിക്കരുത്. ദൈവവചനം ചെയ്യാൻ പറയുന്നത് നമ്മൾ ചെയ്തു തുടങ്ങണം. അവിടെയാണ് ദൈവിക ഉണർവുകൾ സംഭവിക്കുന്നത്. ന്യൂ ജനറേഷൻ സഭകളുണ്ട്. അയ്യോ, അവർക്ക് തിരുവത്താഴം എന്ന് പറയുന്നത് നാട്ടിൽ പോകുന്നവർക്ക് വാരി വിളമ്പും. ഞാൻ തിരുവത്താഴത്തെ കുറിച്ച് മറ്റൊരു ഭാഗം ഞാൻ ചെയ്യും. ഞാൻ ഇത് പാദ ശുശ്രൂഷ എന്ന വിഷയമാണ്. സഭകളിലില്ല, വലിയ വലിയ സഭകളിലില്ല, വലിയ വലിയ പ്രസ്ഥാനങ്ങളിലില്ല. എന്ന് വെച്ചാൽ ഈ പാപപ്പെട്ടവന്റെ കാല് കഴുകാൻ വലിയവന് തയ്യാറല്ല, അവന്റെ മുമ്പിൽ ഒന്ന് കുനിയാൻ തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് എന്ന് തൊട്ട് ആത്മീയ ലോകത്ത് കയറിയോ അന്നു മുതൽ ദൈവസഭകൾക്കകത്തുനിന്നും പരിശുദ്ധാത്മാവ് മാറി ഉണർവിന്റെ കാറ്റ് ശാന്തമായി. നമ്മൾ എന്ന് തിരിച്ച് ക്രിസ്തുവിനെ പോലെ താഴ്മ ധരിച്ചവരായി, വിനയമുള്ളവരായി, തമ്മിൽ വലിപ്പം ഭാവിക്കാതെ ക്രിസ്തുവിൽ നമ്മൾ എന്നൊന്നായി തീരുമോ അന്നു മുതൽ മാത്രമേ ദൈവീക ഉണർവ് നമ്മുടെ ഭാരത മണ്ണിൽ വെളിപ്പെട്ടു വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ തലമുറയിൽ ഒരു ഉണർവ് സംഭവിക്കും. ദൈവവചനം അതതിന്റെ അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നവർ ഇന്നുമുണ്ട്. അവരെ നോക്കി പരിഹസിക്കുന്നവരുണ്ട്. അവരെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്ന PhD ലഭിച്ച ദൈവദാസന്മാരുണ്ട്. അവർ പല വിധത്തില് ഈ വചനത്തെ വളച്ചൊടിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വളരെ വേദന തോന്നാറുണ്ട്. പ്രിയമുള്ളവരെ, വചനത്തെ വളച്ചൊടിക്കരുത്. അത് നിങ്ങൾക്ക് ശാപമാണ്. ദൈവിക ഉണർവുകളെ തടഞ്ഞു വെക്കുവാനിടയാകും. ആകയാൽ പാദ ശുശ്രൂഷ നമ്മുടെ സഭകളിൽ ഉണ്ടായി വരട്ടെ. ഏത് സംഘടന എതിർത്താലും, ഏത് ലീഡേഴ്സ് എതിർത്താലും, ഏത് ലീഡേഴ്സ് ഇത് തെറ്റെന്ന് പറഞ്ഞാലും ഇല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശരിക്കും ഒന്ന് വായിക്കുക. ഞാൻ പറഞ്ഞത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇത് എഴുതിയ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ചോദിക്കുക, പരിശുദ്ധാത്മാവേ, ഇതിന്റെ പൊരുള് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ. 2, വലിയ ജാതിയിൽപ്പെട്ടവൻ ഈ ചെറിയ ജാതിയിൽപ്പെട്ടവന്റെ കാല് കഴുകുവോ? അതെങ്ങനെ കഴുകും? ഈ കാൽ, പഴയ നിയമത്തിൽ ഈ കാല് കഴുകുന്നത് ആരാണ്? യജമാനന്മാരുടെ കാലുകൾ കഴുകാൻ അടിമകളുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ കാല് കഴുകാൻ, ഒരു പാവപ്പെട്ടവന്റെ കാൽ കീഴിൽ ഒരു അടിമയെ പോലെ സമർപ്പിച്ചു കൊടുക്കുവാൻ വലിയവന് കഴിയാതെ ആയപ്പോൾ ഈ ദൈവവചനത്തെ സഭകളും ലീഡേഴ്സും മനഃപൂർവം അതിനെ തേച്ച് മായ്ച്ച് വചനത്തിന്റെ പുറത്തേക്ക് എറിയുവാനിടയായി. ഇന്ന് നിങ്ങൾ 1000 സഭ എടുപ്പീൻ. 1000 സഭയിൽ 995 സഭകളിലും ഈ സിസ്റ്റം ഇല്ല. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ശാപം നമ്മുടെ സഭകളിൽ നിന്ന് മാറട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് മാറട്ടെ. തികച്ചും എനിക്കറിയാം, ഞാൻ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ ഇതിനെ വിമർശിക്കുന്ന ഒത്തിരി പേര് കണ്ടെന്ന് വരാം.
അതിൻ്റെ വിഷയമല്ല. യേശു അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, യേശു അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു അത് ദൃഷ്ടാന്തമെന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, എങ്ങനെ ചെയ്യണം എന്ന് പോലും വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും ഇത് നമുക്ക് ചെയ്യാനുള്ള ഒരു ശുശ്രൂഷയാണ്. നിങ്ങൾ സ്നാനം ചെയ്തില്ലേ? യേശു കാണിച്ചെന്ന മാതൃകയല്ലേ ചെയ്തത്? അടുത്ത് പരിശുദ്ധാത്മാവിനോട് കാത്തിരിക്കാൻ പറഞ്ഞു. നമ്മൾ ഇരിക്കുകയല്ലേ? തിരുവത്താഴം യേശു കാണിച്ചെന്ന മാതൃകയല്ലേ? രാത്രിയും പകലും പ്രാർത്ഥിക്കുന്നത് യേശു കാണിച്ചെന്ന മാതൃകയല്ലേ? അത്ഭുതങ്ങളും രോഗശാന്തികളും ഭൂതശാന്തികളും ചെയ്തത് യേശു കാണിച്ചു തന്ന മാതൃക പ്രകാരമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത് നിങ്ങൾ അംഗീകരിക്കുന്നില്ല? എൻ്റെ പൊന്ന് അച്ചായന്മാരെ, എൻ്റെ പൊന്ന് ലീഡേഴ്സെ, എൻ്റെ ദൈവദാസന്മാരെ, അച്ഛന്മാരെ, പട്ടക്കാരെ, നിങ്ങൾ ഇത്രയും കേട്ടുകൊള്ളുക. ദൈവവചനത്തിൽ നിന്നും വള്ളിയോ പുള്ളിയോ മാറ്റം വരുത്തരുത്. മാറ്റം വരുത്തുന്നത് ശാപമാണ്. ഇതിനകത്തുള്ള എല്ലാ ബാധകളും നമ്മുടെ ഇടയിൽ കടന്നു വരും. ഇത് ഉണർവിന് തടസ്സമാണ്. എന്നാൽ ഞാൻ പ്രത്യാശിക്കുന്നു, ഇതിനു വേണ്ടി കാത്തിരുന്ന, ദൈവവചന പ്രകാരം തിരുവത്താഴമെടുക്കുന്ന, പാദശുശ്രൂഷ ചെയ്യുന്ന, സ്നാനം നടത്തുന്ന, പരിശുദ്ധാത്മാവിന് കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അനേകം വിശുദ്ധന്മാർ ഈ കേരളക്കരയിലുണ്ട്. അവര് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്ന നാളുകൾ ആസന്നമായി. അവരിൽ കൂടെ ഒരു ഉണർവ് സംഭവിച്ചിരിക്കും. അവരിൽ കൂടെ ദൈവമഹത്വം വെളിപ്പെടും. 1-ാം നൂറ്റാണ്ടിൽ നടന്ന ദൈവപ്രവൃത്തികൾ ആ വിശുദ്ധന്മാരിൽ കൂടെ നടക്കാൻ പോവുകയാണ്. അത് നടക്കുമ്പോൾ കർത്താവ് മഹത്വമുള്ളവനായി കടന്നു വരും. ഞാൻ പ്രതീക്ഷിക്കുന്നു, എൻ്റെ യേശുവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കൊരുങ്ങണം, നമുക്കതിനു വേണ്ടി തയ്യാറാകണം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ദൈവദാസന്മാരോട് പറയുന്നു, നിങ്ങൾ തിരുവത്താഴം നടത്തുന്നതിന് മുമ്പ് പാദശുശ്രൂഷ തികച്ചും നിങ്ങൾ നടത്തിയേ മതിയാകുകയുള്ളൂ. അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. നിങ്ങൾ വചന വ്യവസ്ഥ തെറ്റിച്ച് തിരുവത്താഴം നടത്തുന്നത് കൊണ്ടാണ് നമ്മുടെ സഭയിൽ ചില രോഗികളും ചിലർ ബലഹീനരുമാകുന്നു, അനേകർ നിദ്ര കൊള്ളുന്നു. എന്തുകൊണ്ട്? നമ്മുടെ പെന്തക്കോസ്തിന്റെ പ്രവർത്തനങ്ങൾ, പെന്തക്കോസ്തിന്റെ സഭകൾ എന്തുകൊണ്ട് ആദ്യ നൂറ്റാണ്ടുള്ളതുപോലെ വളരുന്നില്ല? എന്തുകൊണ്ട് 1-ാം നൂറ്റാണ്ടിന്റെ ദൈവപ്രവൃത്തി നടക്കുന്നില്ല? ദൈവവചനത്തിന്റെ വ്യവസ്ഥകളെ തെറ്റിക്കുന്നത് കൊണ്ടാണ്. അതെ, നമുക്ക് തിരിച്ചു വരാം. ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കണം. കർത്താവേ, ഞാൻ പാദശുശ്രൂഷ ചെയ്ത് തിരുവത്താഴമെടുക്കുന്ന സഭയിൽ ഞാൻ കടന്നു ചെന്ന് ഈ ശുശ്രൂഷ ഞാൻ പങ്കാളിയാകുമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. ഈ വചനം കേട്ടിട്ട് സഭയ്ക്കകത്ത് തല്ലുണ്ടൊന്നും ഉണ്ടാക്കരുത്, ദൈവദാസന്മാരോട് തല്ലുണ്ടാക്കരുത്. ഞാൻ ഇന്ന് രാവിലെ ഈ വചനം നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഗ്രഹിക്കണം. നാളെ നിങ്ങൾ ഇത് അറിഞ്ഞില്ലെന്ന് വരരുത്. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിച്ചാൽ മറ്റൊരു സന്ദേശത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് ഹൃദയത്തിൽ ശരിയാണെന്ന് തോന്നിയാൽ, ഇത് സത്യമെന്ന് തോന്നിയാൽ, നിങ്ങൾ എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ലീഡേഴ്സിനും ഇത് നിങ്ങൾ അയച്ചു കൊടുക്കണം. നിങ്ങൾ എല്ലാ ആത്മീയ ഗ്രൂപ്പുകളിലും നിങ്ങൾ അയക്കണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇത് ഒരു വ്യക്തിയുടെയെങ്കിലും ജീവിതത്തിൽ ഈ വചനത്തിലോട്ട് മടങ്ങി വന്നാൽ കർത്താവ് സന്തോഷിക്കും. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.